മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ലോസ് ഓഫ് മോഷൻ. 8 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഈ ചാപ്റ്ററാണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഷോ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ട് മതി വേറെ ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ തുടങ്ങിയല്ലേ? എടാ പിടിച്ചോ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂട്ടൺസ് ലോ ഡിസ്ക്രൈബ്സ് ദ ഇനേർഷ്യ, സ്റ്റേറ്റ് ദ ലോ. ഏതാ ഇനേർഷ്യയെ പറ്റി പറയുന്ന ലോ? ഫസ്റ്റ് ലോ. എന്താ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞത്? ഏതൊരു ബോഡി അത് റെസ്റ്റിലാവട്ടെ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാവട്ടെ, അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എത്ര കാലം വരെ? അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ എൻ എക്സ്റ്റേണൽ. എന്ത് ഫോഴ്സ് ആണ് സർ? അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതായത് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ യൂണിഫോം മോഷനിലേക്ക് മാറ്റാൻ പറ്റും, യൂണിഫോം മോഷൻ ആണെങ്കിൽ റെസ്റ്റിലേക്ക് മാറ്റാൻ പറ്റും. സോ കൊടുത്തില്ലെങ്കിൽ ആ ബോഡി അതേ അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ബോഡിയുടെ ടെൻഡൻസിയെ നമ്മൾ പറയുന്ന പേരായിരുന്നോടാ ഇനേർഷ്യ. സോ ഇനേർഷ്യ ഏത് ലോയുമായി ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഡിസ്ക്രൈബ്സ് എന്താ? ഇനേർഷ്യ ആണോ ഫോഴ്സ് ആണോ? വെരി ഗുഡ്, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഇനേർഷ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫസ്റ്റ് ലോയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ദ ലോ ഓഫ്, നമ്മൾ എന്ത് പറയാറുണ്ട്? ഇനേർഷ്യ എന്ന് പറയാറുണ്ട്. സെറ്റ് അല്ലേ? നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. എടാ, when a bus suddenly moves forward, the passenger gets thrown backward with a jerk. Name the law used to explain the above situation. ഈ ടൈപ്പ് ചോദ്യങ്ങൾ, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയ ചോദ്യങ്ങൾ ഫസ്റ്റ് ലോണ്ട് ഇങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എടാ നേരെ നോക്കാം. നമ്മൾ ആ ഒരു കേസ് എടുക്കുമ്പോൾ എടാ പെട്ടെന്ന് ആ ഒരു ബസ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ ഉള്ളിലെ പാസഞ്ചർ ഏറ്റവും ആദ്യം റെസ്റ്റിലായിരുന്നു. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബാക്കിലേക്ക് ആവാനുള്ള കാരണം എന്താ? അയാൾ പെട്ടെന്ന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഇനേർഷ്യ ഓഫ് മോഷനിലേക്ക് പോയി. ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റ് ഏത് ലോയാടാ? ലോ ഓഫ് ഏരിയ അല്ല സറേ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ല സർ. ഏതാ? ഓപ്ഷൻ സി, വിച്ച് ഈസ് ലോ ഓഫ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇനേർഷ്യ. സെറ്റ്. എടാ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണേ ഫസ്റ്റ് ലോയും ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ലോയും ബന്ധപ്പെട്ടതാ. സർ ഒന്ന് ചെയ്ത് നോക്കാം. എടാ, യൂസിംഗ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞത്? ഫസ്റ്റ് ലോ പ്രകാരം വേണ്ട എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയ എഫ്, അത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന് നമ്മൾ പി എന്നാണ് പറയുന്നത്. എന്നാൽ ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റത്തിന് നമ്മൾ ഡി പി ബൈ ഡി ടി. കാരണം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം അത് ആർക്ക് പ്രപ്പോർഷണൽ ആണ്? ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണ്. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റത്തിനെ വെച്ച് എങ്ങനെ നമുക്ക് ഫോഴ്സ് കണ്ടെത്താം? അതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കല്ലേ. എടാ, എഫ് ഈസ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്നാണെങ്കിൽ സർ എനിക്ക് എഫ് ഇസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു എനിക്ക് ഡി പി ബൈ ഡി ടി എന്ന് കൊടുത്തൂടെ? എന്നിട്ട് ഞാൻ കെന്റെ സ്ഥാനത്ത് ഒരു 1 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. വിളിച്ചു വരുത്തി അപമാനിച്ചു. സോ എനിക്ക് എന്താ കിട്ടുക? എഫ് ഇസ് ഈക്വൽ ടു കെന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡ് ബൈ ഡി ടി. അല്ല, എന്താ ഈ പി എന്ന് വെച്ചാൽ? ലീനിയർ മൊമെന്റം. ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ ഞാൻ നേരെ ഡി ബൈ ഡി ടി ഓഫ് പിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് കോമൺ അല്ലേ? പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ഡി വി ഡിവൈഡ് ബൈ ഡി ടി. പരിചയമുണ്ടോ? ഡി വി ബൈ ഡി ടി ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. എന്താടാ? വെരി ഗുഡ്, ആക്സിലറേഷൻ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു ആദ്യം എം ഓൾറെഡി ഉണ്ട്, ഡി വി ബൈ ഡി ടിയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എം എ. ഇതല്ലേ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചത്? സോ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നും നമ്മുടെ ഫോഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഈ ചോദ്യം ഈ രീതിയിലായിരിക്കും. എടാ ശ്രദ്ധിക്കണം, ഈ രീതിയിൽ വളരെ ആകെ 2-3 സ്റ്റെപ്പുള്ളൂ. എടാ 3 മാർക്ക് വരെ വെയിറ്റേജ് കിട്ടുന്ന സാധനം. സെറ്റിലടാ. സെക്കൻഡ് ലോ ഉഷാറോസ്കി അല്ലേ? എന്ന നേരെ പിടിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എടാ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സ് ആയിരുന്നു ഇമ്പൾസീവ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ അണ്ണൻ ഫേക്ക് കടിക്കുന്ന കണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ഇമ്പൾസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. അടുത്ത ചോദ്യം, എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. വൈ? എന്താ ഇമ്പൾസ് എന്ന് വെച്ചാൽ? ഇതേപോലെ റൊണാൾഡോ ആവട്ടെ ഇനി മെസ്സി ആവട്ടെ ഒരു വലിയൊരു ഫോഴ്സ് വെച്ചിട്ട് ആ ഒരു ബോൾ ഫ്രീ കിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ടൈമിലാണ് ആ കാലും ആ ബോളും തമ്മിൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു വലിയ ഫോഴ്സ് ഒരു സ്മോൾ ടൈം ഇന്റർവെൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അതാണ് നമ്മുടെ ഇമ്പൾസിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ലാർജ് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈം ഇത് മാത്രമല്ല എക്സാമ്പിൾ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഹാമർ കൊണ്ട് ആണി അടിക്കുന്ന കേസും ആക്ച്വലി ഇമ്പൾസിന്റെ എക്സാമ്പിളാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് യൂണിറ്റ് നോക്കാം. എടാ ഫോഴ്സ് ഇൻറ്റു ടൈം ആണെങ്കിൽ എന്തായിരിക്കും SI യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അല്ലേ. സോ നമുക്ക് ഇമ്പൾസിന്റെ SI യൂണിറ്റ് എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്, ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. വൈ? എടാ ഇതേ കേസ് തന്നെയാണ് ആക്ച്വലി
നമ്മളിപ്പോൾ ഒരു സ്നോയുടെ മുകളിൽ നേരെ ചാടി കഴിഞ്ഞാലും ഒരു ഐസിന്റെ മുകളിൽ ചാടി കഴിഞ്ഞാലും പുറം പൊളി ഐസിന്റെ മുകളിൽ ചാടി കഴിയുമ്പോൾ ഉറപ്പല്ലേ മണാലി പോയി കഴിഞ്ഞാൽ ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഏത് സ്നോയിൽ ചാടി കഴിഞ്ഞാൽ. കാരണം എന്താ എടാ ഈ രണ്ട് കേസിലും നമുക്ക് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുകയാണെങ്കിൽ എടാ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എനിക്ക് ഇമ്പൾസ് ബൈ ടൈം എന്ന് പറഞ്ഞൂടെ. ഞാൻ എന്ത് ചെയ്തു, ടൈമിനെ താഴെ കൊണ്ടുവന്നു. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് ബൈ ടൈം ആണെങ്കിൽ അതിനർത്ഥം ടൈം കൂടുമ്പോൾ ഫോഴ്സ് എന്താവും, കുറയും. സോ ഈ ക്രിക്കറ്റർ ആവട്ടെ ആ ഒരു ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈ ബാക്കിലേക്ക് വലിക്കുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്, ടൈം കൂട്ടാ ചെയ്യുന്നത്. ടൈം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഫോഴ്സ് കീഴും പാമ്പും അല്ലേ, ഫോഴ്സ് കുറയും. അതിനർത്ഥം ആ ബോൾ അയാളെ കയ്യിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കുറയും. അപ്പൊ അയാൾക്ക് വേദന കുറച്ചല്ലേ അനുഭവിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇതേ കേസ് തന്നെയാണ് സ്നോന്റെ കേസിലും. എടാ ഐസിലെ ടൈമിന്റെ വാല്യൂ ഭയങ്കര കുറവാ, ടൈമിന്റെ വാല്യൂ കുറയുമ്പോൾ ഫോഴ്സ് കൂടും, പുറം പൊളിയും. എന്നാൽ സ്നോയില് ആ ടൈമിന്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ സ്നോ അയാളെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. കൺസെപ്ച്വലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതാ പല രീതിയിൽ ചോദിക്കാം, ഏത് രീതി ചോദിച്ചാലും സാറേ നമ്മൾ ചെയ്യാൻ പറ്റണം, അത് അത്രയേ ഉള്ളൂ സർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ ലീനിയർ മൊമെന്റം ഗീവ്സ് ഇമ്പൾസ്. അതായത് ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു ഇമ്പൾസ് എന്ന് വെച്ചാൽ ഡെൽറ്റ പി അതല്ലേ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം, ഇമ്പൾസ് എന്ന് കിട്ടണം. ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. എന്താ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞത്, എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എടാ ഡി പി ബൈ ഡി ടി എന്തെങ്കിലും കുഴപ്പമില്ലേ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, എന്താണ് കിട്ടുക, ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഇയാളെ പരിചയമുണ്ടോ, എടാ ഫോഴ്സ് ഇൻറ്റു ടൈം, ഇമ്പൾസ് ഡെൽറ്റ പി, ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം. സോ എനിക്ക് എന്ത് കിട്ടി, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടിയെ ഞാൻ എന്തെന്ന് പറയുന്നടാ, ഇമ്പൾസ് എന്ന് പറയുന്നു. ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം, ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഐ റിപ്പീറ്റ്, ഇമ്പൾസ് മൊമെന്റം എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ മക്കളെ സെറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറട്ടിക്കൽ ചോദ്യം ഇങ്ങനെ വരാം, ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം വരാം. എടാ ഇമ്പൾസ് ചോദിക്കും, ഫോഴ്സും ടൈമും തരാതെ മാസും അതേപോലെ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റും ചോദിക്കും. എടാ ഡെൽറ്റ പി ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റത്തിന് ഇക്വേഷൻ എന്തായിരിക്കും, ഫൈനൽ മൊമെന്റം ദാറ്റ് ഈസ് എം വി മൈനസ് ഇനീഷ്യൽ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു എം യു. ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റട്ടോ. റെഡി അല്ലേ, നേരെ തറ പിടിച്ചോ. അടുത്ത ന്യൂട്ടൺസ് തേർഡ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യെറ്റ് ദേ ഡു നോട്ട് ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. വൈ? എടാ ന്യൂട്ടൺസ് തേർഡ് ലോ, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവ എന്തുകൊണ്ടാണ് ക്യാൻസൽ ഔട്ട് ആവാത്തത്? എടാ ഇവ രണ്ടും ആക്ട് ചെയ്യുന്നത് ഒരൊറ്റ ബോഡിയിലാണോ? അല്ല സർ, ഡിഫറെന്റ് ബോഡിയിലാണ്. ഈ കേസിൽ ഒരാൾ ആ മതിലേക്ക് കൊടുക്കുന്ന ആക്ഷൻ ആണെങ്കിൽ മതിൽ അയാളിലേക്ക് കൊടുക്കുന്നതാണ് റിയാക്ഷൻ. സോ ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ഔട്ട് ആയി പോവാത്തതിന് കാരണം ദേ ആക്ട് ഓൺ, ഐ റിപ്പീറ്റ്, ദേ ആക്ട് ഓൺ എന്ത് ബോഡീസ് ആണ്, ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്. അതുകൊണ്ടാണ് ദേ ഡു നോട്ട് ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. സെറ്റായില്ലേ, ന്യൂട്ടൺസ് തേർഡ് ലോ കിട്ടിയില്ലേ? സോ ഏത് ലോ, ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാം, ഏത് ലോയാണ് സർ നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ തരുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ. ഏത് ലോയാണ് നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് തരുന്നത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഏത് ലോയാണ് നമ്മുടെ ഇനേർഷ്യയെ പറ്റി പറയുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇന്നട പിടിച്ചോ ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട സാധനം ഓർമ്മണ്ടോ, റേറ്റ് കോയിൽ ഓഫ് ദ ഗൺ. ഒന്ന് വായിച്ചു നോക്കി. സ്റ്റേറ്റ് ദ ലോ ഓഫ് ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, പ്രൂവ് ദ ലോ ഓഫ് ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. എടാ എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് വെച്ചാൽ, കൺസർവേഷൻ എന്നുള്ള വാക്ക് കേട്ടോ ഒന്നും നോക്കണ്ട, അതിനുശേഷമുള്ള ആള് കോൺസ്റ്റന്റ് ആയിരിക്കും. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതിനർത്ഥം ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയി പറ്റൂ. അത് എപ്പോഴും 24 മണിക്കൂർ ആവില്ല. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഒരു ബോഡിയിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ, അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡിയുടെ ലീനിയർ മൊമെന്റം അതായത് പി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ്. എടാ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ചേഞ്ച് ഉണ്ടാവില്ല. അതിനർത്ഥം ഡെൽറ്റ പിയുടെ വാല്യൂ എന്തായിരിക്കും? 0. കോൺസ്റ്റന്റ് ആയ സാധനം എങ്ങനെ സാറ് മാറുക? ഇല്ല, ഡെൽറ്റ പിയുടെ വാല്യൂ 0. എന്നാൽ ഈ ചോദ്യം സെക്കൻഡായ ചോദ്യം ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞു, എന്നാൽ ഇതേ സെക്കൻഡ് ലോ വെച്ച് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു. സിമ്പിളാ, ചെയ്ത് നോക്കാം. എടാ എന്താ സെക്കൻഡ് ലോ പറഞ്ഞത്? എഫ് ഈസ് ഈക്വൽ ടു, സർ ഒന്ന് പറഞ്ഞേ, എഫ് ഈസ് ഈക്വൽ ടു, വെരി ഗുഡ്, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ശരി, അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. എടാ ഫോഴ്സ് 0 ആയാ, ഓക്കെ, അപ്പൊ ഇത് 0 ആയി. അപ്പൊ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, എന്താ കിട്ടുക? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ഡെൽറ്റ ടി. 0 ഇൻറ്റു ഡെൽറ്റ ടി സാർ എന്താ കോഴിമുട്ടല്ലേ കിട്ടുക? സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. അതിനർത്ഥം എന്താ? പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും?
സെക്കൻഡ് ലോ പ്രകാരം ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? കോൺസ്റ്റന്റ് കിട്ടി. അതെങ്ങനെ? ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ച് വർക്ക് ചെയ്യുന്ന എന്താണ് റീകോയിൽ ഓഫ് ദ ഗൺ? അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. നോക്കി, വൈൽ ഫയറിംഗ് ദ ബുള്ളറ്റ് ദ ഗൺ റീകോയിൽസ് വിച്ച് കൺസർവേഷൻ ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ? എടാ, ആ കൺസർവേഷൻ ലോ ആണ് നമ്മൾ ഇപ്പം പഠിച്ചിരിക്കുന്ന എന്താണ്? ലോ ഓഫ് ദ കൺസർവേഷൻ ഓഫ് എന്താണ് സർ? വെരി ഗുഡ്, ദ ലീനിയർ മൊമെന്റം. എന്നാൽ അടുത്ത ചോദ്യം നോക്കി, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. അപ്പൊ നമുക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ചിട്ട് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാലോ. എടാ, ഏറ്റവും ആദ്യം എന്താ റീകോയിൽ വെലോസിറ്റി എന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. നമ്മൾ ഒരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ആ ഗണ്ണിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിന്റെ ആ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഗണ്ണ് പോകുന്ന ഒരു ചെറിയ വെലോസിറ്റിയിൽ പോകുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് റീകോയിൽ. ആ പോകുന്ന വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ്. ഇതേ നോക്കി, ബുള്ളറ്റ് ഇപ്പം വലത്തോട്ടേക്കാണെങ്കിൽ ഇത് എവിടേക്കാണ്? ബാക്കിലേക്ക്. ആ ബുള്ളറ്റിന്റെ ഓപ്പോസിറ്റ് ആയി പോകുന്ന ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. അപ്പൊ നമുക്കിതിൽ ഏത് ടെർമിനോളജി യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ സ്മോൾ ടെർം ക്യാപിറ്റൽ ടെർം നയിക്കും. നമുക്ക് തൽക്കാലം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി MBVB അങ്ങനെ കൊടുക്കാം. അതായത് എൻ്റെ കയ്യിൽ രണ്ടാൾക്കാരുടെ, ഒന്ന് ഗണ്ണുണ്ട്, രണ്ടാമത്തെ ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ, ഗണ്ണിന്റെ വെലോസിറ്റിയെ ഞാൻ VG, അതായത് നമ്മുടെ കഥാപാത്രം റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ, എന്നാൽ ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി VB, അതിനെ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് അല്ലെങ്കിൽ മസിൽ സ്പീഡ് എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ എൻ്റെ ഗണ്ണിന്റെ മാസിനെ ഞാൻ MG എന്നും എൻ്റെ ബുള്ളറ്റിന്റെ മാസിനെ ഞാൻ MB എന്നും പറയുന്നു. സോ ബുള്ളറ്റിന്റെ മാസ് MB, എടാ ബുള്ളറ്റിന്റെ വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് VB, അതേപോലെ ഗണ്ണിന്റെ മാസ് MG, എടാ റീകോയിൽ വെലോസിറ്റി VG. അത് നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാം. നിങ്ങൾ ഏത് ടെർമിനോളജിയാണ് യൂസ് ചെയ്തത് അതിനനുസരിച്ച് ഇവിടെ എഴുതി മാറ്റിയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ എങ്ങനെയായി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ഇത് അപ്ലൈ ചെയ്യുക? എടാ, ഈ ഗണ്ണ് ഏറ്റവും ആദ്യം ഫയർ ചെയ്യുന്നതിന് മുന്നേ, അതായത് ബിഫോർ ഫയറിംഗ് സർ, അതിൽ ആ ഒരു ബുള്ളറ്റ് ആവട്ടെ, ആ ബുള്ളറ്റ് നിൽക്കുന്ന ആ ഗണ്ണാവട്ടെ, രണ്ടും റെസ്റ്റിലല്ലേ സാറേ? ബുള്ളറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചടപ്പറ ഓടി നടക്കുന്നുണ്ടോ? ഇല്ലല്ല, രണ്ടും റെസ്റ്റിലായി കഴിഞ്ഞാൽ എടാ വെലോസിറ്റി സീറോ അല്ലേ? വെലോസിറ്റി സീറോ ആണെങ്കിൽ മൊമെന്റ് ഉണ്ടാവോ? മൊമെന്റ് ഉണ്ടാവൂല. സോ ബിഫോർ ഫയറിംഗ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനീഷ്യൽ മൊമെന്റം P ഇസ് ഈക്വൽ ടു എന്താ? സീറോ ആണ്. എന്നാൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫയറിംഗ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇപ്പം നമ്മുടെ ആ ബുള്ളറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ആ ഗണ്ണിനും ആക്ച്വലി ബാക്കിലേക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ബുള്ളറ്റിന് ഒരു വെലോസിറ്റി VBയും അത് ബുള്ളറ്റിന്റെ മാസ് MPയും ആണെങ്കിൽ ബുള്ളറ്റിന്റെ മൊമെന്റം എത്ര ആയിരിക്കണം? മാസ് ഇൻറ്റു വെലോസിറ്റി എത്രയാ? MB ഇൻറ്റു VB. എന്നാൽ ഇതേപോലെ ഗണ്ണിനൊരു മൊമെന്റ് ഉണ്ടാവൂലേ? എത്രയാ? ഗണ്ണിന്റെ മാസ് ഇൻറ്റു ഗണ്ണിന്റെ വെലോസിറ്റി എത്രയാ? വെരി ഗുഡ്, MG ഇൻറ്റു VG. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? ഫൈനൽ മൊമെന്റ് കിട്ടണം. സാറേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ ആഫ്റ്റർ ഫയറിംഗ് ആണെങ്കിൽ രണ്ടിനും വെലോസിറ്റി ഉള്ളത് കൊണ്ട് ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എത്രയാണ്? MBVB, അതായത് ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് എത്രയാണ്? ഗണ്ണിന്റെ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു MGVG. അങ്ങനെയാണെങ്കിൽ എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞത്? സർ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ഈക്വൽ ആവണം, കാരണം മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇനീഷ്യൽ മൊമെന്റം 0 ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം വിച്ച് ഈസ് MBVB പ്ലസ് എത്രയാ? MGVG. അങ്ങനെയാണെങ്കിൽ നേരെ ഈ MBVB ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, MGVG ഇസ് ഈക്വൽ ടു, സർ ശ്രദ്ധിക്കണം, എത്രയാ? മൈനസ് MPVB, അല്ലെങ്കിൽ VG ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാൻ പറ്റും? മൈനസ് MPVB ഹോൾ ഡിവൈഡ് ബൈ MGയെ നേരെ എവിടെ കൊണ്ടുവരുന്നു? താഴെ കൊണ്ടുവരുന്നു. ഈ VGയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് വെലോസിറ്റി? ആ ഗണ്ണ് ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റി വിച്ച് ഈസ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. ഇവിടെ എന്താ സാറേ മൈനസ്? ഈ മൈനസ് ചിലവർ ഞാൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് സാറേ ഇവിടെ മൈനസ് കൊടുത്തില്ലല്ലോ എന്ന് മനസ്സിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, അത് താഴെ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട്. ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ബുള്ളറ്റും ഗണ്ണും സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സർ, ബുള്ളറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു, ഗണ്ണ് ബാക്കിലേക്ക് പോകുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. റെഡി ആയില്ലേ? എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തു നോക്കാം. ആ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രിക്ഷനും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. എടാ, ഒന്ന് ചോദ്യം വായിച്ചു നോക്കിയേ. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.010 കിലോഗ്രാം ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം ഇഫ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ? എടാ, ചോദിച്ചിരിക്കുന്ന റീകോയിൽ സ്പീഡാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ഇക്വേഷൻ മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എടാ ഇത് മാർത്തോർത്താൽ മതി. നമ്മുടെ ബുള്ളറ്റ്
ബുള്ളറ്റിന്റെ മൊമെന്റം ഈസ് ഈക്വൽ ടു നമ്മുടെ ഗണ്ണിന്റെ മൊമെന്റത്തിന് ഈക്വലും അതേപോലെ ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ എന്ത് കൊടുത്താൽ മതി? മൈനസ്. ഇത് മാത്രം കൊടുത്താൽ മതി. തിരിച്ചെഴുതിക്കോളൂ. mg(vg) - mbvb. ഇത് മാത്രം കൊടുത്താൽ മതി. പിന്നെ റീഅറേഞ്ച് ചെയ്താൽ പോരെ. അപ്പൊ നമ്മളോട് ചോദിച്ചത് റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗണ്ണ. അപ്പൊ vg അല്ലേ കണ്ടെത്താൻ ചോദിച്ചത്. സോ vg = എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? മൈനസ്, ഞാൻ ഈ മൈനസ് എടുത്തോട്ടേക്ക് പോയി, -mbvb ഡിവൈഡ് ബൈ ആ vgന്റെ കൂടുതൽ mg ഞാൻ അങ്ങ് എടുക്കുക സാറേ. താഴേക്ക് mg എടുത്തു. എന്താ mb? മാസ് ഓഫ് ദ ബുള്ളറ്റ് എത്രയാ? 0.010. സോ vg = എനിക്ക് മൈനസ് സൂചിപ്പിക്കുന്നത് ഡയറക്ഷൻ ആണ്. 0.010 ഇൻറ്റു vb എന്ന് വെച്ചാൽ എത്രയാടാ? വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. തന്നിട്ടില്ലല്ലോ. മസിൽ സ്പീഡ് എന്ന് തന്നാലും ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് 50 m/s. സോ 50 ഹോൾ ഡിവൈഡ് ബൈ mgയുടെ വാല്യൂ എത്രയാ? മാസ് ഓഫ് ദ ഗൺ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ? 100. സോ 0 കട്ടായി. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കൾ കമന്റ് ചെയ്ത് എത്ര ആൻസർ കിട്ടുക? എടാ -m/s കിട്ടും. കഴിയുകയാണെങ്കിൽ എടാ ഇതിന് ആൻസർ ഇപ്പൊ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നേരെ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ബോക്സിലേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഒന്ന് നോക്കിയേ. ദേ ആൻസർ നേരെ നോക്കുക, കാൽക്കുലേറ്റ് അടിക്കുക, ഒന്ന് പോസ്റ്റ് ചെയ്തേ. കമന്റ് ബോക്സിലേക്ക് അടിച്ച് നേരെ തിരിച്ചു വാ. യെസ്, റെഡി. അങ്ങനെയാണെങ്കിലടാ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റും റീകോയിൽ ഓഫ് ദ ഗണ്ണും അതിന്റെ പ്രോബ്ലം ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, വിച്ച് ഈസ് നോൺ ആസ് ഫ്രിക്ഷൻ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഡാഷ് സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ ടു ദാറ്റ് ഓഫ് റിലേറ്റീവ് മോഷൻ ഓർ ദ അപ്ലൈഡ് ഫോഴ്സ്. എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഒരു ബോഡിയിലേക്ക് റിലേറ്റീവ് മോഷൻ കൊടുക്കുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ചോദ്യം ഇതിന് തന്നെ ആൻസർ ഉണ്ട്. എന്താ? കറസ്പോണ്ടിങ് ഡയറക്ഷൻ എന്താടാ? വെരി ഗുഡ്, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ. എന്നാൽ ഇത് മാത്രമല്ല ചോദിക്കുക, ഇതിനടുത്ത ചോദ്യങ്ങളാണ്. Then what are the 3 types of friction? Among these, which friction has the maximum value and the corresponding minimum value? അപ്പൊ നമുക്ക് ആ 3 ഫ്രിക്ഷൻ ഒന്ന് പെട്ടെന്ന് നോക്കല്ലേ. എടാ എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ ബോക്സിലേക്ക് ഇതേപോലെ ഒരു അപ്ലൈഡ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു P എന്നുള്ള അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്ത് വരുന്ന ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ F എന്ന് പറയാൻ പറ്റും. അപ്പോ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കുറവാണെന്ന് വെച്ചോളൂ. അതായത് എനിക്ക് തിരിച്ചു തരുന്ന എതിർപ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പോ ഫസ്റ്റ് കേസ് എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ, ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കുറവാണെങ്കിൽ ഇപ്പൊ ആ ബോക്സ് എന്തായിരിക്കും? റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റിലായിരിക്കും. ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഫ്രിക്ഷനെ പറയുന്ന പേരാ റെസ്റ്റിലായതുകൊണ്ട് സ്റ്റാറ്റിക്. പിന്നെ നേരെ ചാമ്പിക്കും വെച്ചാൽ എന്താ? ഫ്രിക്ഷൻ എന്ന് പറയാം. ഐഡിയ കിട്ടി. എന്നാൽ എനിക്ക് വാശിയായി. പിന്നെ ഒരു ബോക്സിന് ഇത്ര അഹങ്കാരോ? ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് കൂട്ടി, ഫ്രിക്ഷൻ ഫോഴ്സും കൂട്ടി, അപ്ലൈഡ് ഫോഴ്സ് കൂട്ടി, ഫ്രിക്ഷൻ ഫോഴ്സും കൂടി. കൊള്ളാലേ കളി. അങ്ങനെ കൂടി എന്റെ അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വലായി. ഇപ്പം നമ്മുടെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ എന്തായിട്ട് മാറി? ആ ഫ്രിക്ഷനെ തിരിച്ച് ഓപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആയി. അങ്ങനെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം, ഏറ്റവും അതിന്റെ ലിമിറ്റ് എത്തി, അതിന്റെ ക്ഷമയുടെ നെല്ലിപ്പക എന്നൊക്കെ പറയാറില്ലേ, അതിന് ലിമിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വേറൊരു ഫ്രിക്ഷൻ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കൺസെപ്റ്റ് മനസ്സിലായോ? എന്നാൽ ഇതിന് ശേഷം ഇനി ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് പറയും എന്നെ കൊണ്ട് പറ്റും തോന്നല ഷാജിട്ടാ, ഈ ഉന്തിക്കോ ഈ പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബോഡി ജിങ്ക ലാല എന്തിലായിരിക്കും? മോഷനിലായിരിക്കും. അങ്ങനെ മോഷനുള്ള ബോഡീസിനെ നമ്മൾ കൈനറ്റിക് എനർജി എന്നല്ലേ പറയാം. അപ്പോൾ മോഷനുള്ള ആ ബോഡിയുടെ ഫ്രിക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോഷൻ പലതരത്തിലുണ്ട്. ഇപ്പൊ ഒരു ബോക്സിന്റെ മോഷനും ഒരു ബോളിന്റെ മോഷനും ഒരേപോലെയാണോ? അല്ലല്ല. ബോക്സിന് സ്ലൈഡിംഗ് മോഷനാ, ബോളിന് റോളിംഗ് മോഷനാ. അപ്പൊ ഈ കൈനറ്റിക് ഫ്രിക്ഷൻ എഗെയിൻ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആ ഒരു സ്ലൈഡിംഗ് ആയിട്ട് നിൽക്കുന്ന മോഷന്, അതുകൊണ്ട് നമുക്ക് അതിനെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. അതേപോലെ റോളിംഗ് ആയി നിൽക്കുന്ന ഫ്രിക്ഷൻ അല്ലെങ്കിൽ റോളിംഗ് ആയി നിൽക്കുന്ന മോഷൻ, അതിനെ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇതിൽ ചോദിച്ച ചോദ്യം ഇനി തിരിച്ചു വരാം. എടാ ഏത് ഫ്രിക്ഷനാണ് ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും മിനിമം വാല്യൂ? ഏറ്റവും മാക്സിമം വാല്യൂ ഏതാടാ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇതാണ് ഏറ്റവും മാക്സിമം വാല്യൂ. നമ്മുടെ ടയർ മൊത്തം എത്ര ഷേപ്പില? തക്കാളിപ്പഴന്റെ ഷേപ്പില? അല്ല, റൗണ്ട് ഷേപ്പില്. കാരണം ഏറ്റവും കുറവ് ഫ്രിക്ഷൻ ഏതാടാ? റോളിംഗ് ഫ്രിക്ഷൻ.
ഫ്രിക്ഷന്റെ എല്ലാ ടൈപ്പും ചോദ്യങ്ങളും സാറേ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യോത്തരം കിട്ടിയല്ലോ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ്, സർ അറിയാം എന്താ? LF. എന്താണ് LF എന്ന് വെച്ചാൽ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്നാൽ ഈ ഫ്രിക്ഷന്റെ കുറച്ച് ലോസും കൂടി നമുക്ക് പഠിച്ച് നേരെ നമുക്ക് എന്ത് ചെയ്യാം? ആ ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ഡിറൈവേഷൻ ചെയ്യല്ലേ? ഇന്നട പഠിച്ചു. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബേസിക്കലി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആവട്ടെ അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആവട്ടെ 3 ലോസ് ഉള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലോ ആണ്. ഫ്രിക്ഷൻ ഒരിക്കലും ഏരിയയോ അതോ വെലോസിറ്റിയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് നാച്ചർ ഓഫ് സർഫേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എത്രത്തോളമാണോ ആ നാച്ചർ ഓഫ് സർഫേസ് റഫ് ആവുന്നത് അത്രത്തോളം ഫ്രിക്ഷൻ പിടുത്തം കൂടും. എത്രത്തോളം സ്മൂത്ത് ആവണോ അത്രത്തോളം മൂക്കും കുത്തി വീഴും. അത്ര മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നാച്ചർ ഓഫ് സർഫേസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. പക്ഷെ ഇത്രയും നേരം ഫ്രിക്ഷനെ പറ്റി ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ട് ഇല്ല നമ്മുടെ ഇക്വേഷൻ പറഞ്ഞില്ലല്ലോ. ആ ഇക്വേഷൻ ആണ് തേർഡ് ലോ പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആവട്ടെ അത് എപ്പോഴും നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS എന്നാണ് ഞാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ FS മാക്സിമം അത് എപ്പോഴും നമ്മുടെ നോർമൽ റിയാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ കണ്ട് ബേജാറായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എടാ ഇങ്ങനെ പഠിച്ചാൽ മതി. ഏതൊരു സർഫേസിലും നമ്മൾ ഒരു ബോഡി വെക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റിന് ഈക്വലും എന്നാൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സുരേഷ് ഗോപിയായി ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ അതേ വാല്യൂ ഉള്ള ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. സോ അതിന്റെ ഡയറക്ഷൻ എപ്പോഴും സർഫേസിന് പെർപെൻഡിക്കുലറും അതിന്റെ വാല്യൂ എപ്പോഴും വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. എത്രയാ? N is equal to mc. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സർഫേസ് ശരിയാണെങ്കിലോ നോർമൽ റിയാക്ഷൻ മുകളിലേക്കാവും, ഈ സർഫേസ് ഇങ്ങനെയാണെങ്കിലോ നോർമൽ റിയാക്ഷൻ മുകളിലേക്കാവും. സർഫേസിന് പെർപെൻഡിക്കുലർ ആണ്. ശ്രദ്ധിക്കണേ, ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പലർക്കും തെറ്റിപ്പറ്റുന്ന ഭാഗം ഈ കാര്യം. ഇത് സെറ്റ് ആയെങ്കിൽ മക്കളെ 2 മാർക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കി ഇത് തിരിച്ചു വരാം. അപ്പൊ FS മാക്സിമം ഇസ് പ്രപ്പോർഷൻ നോർമൽ റിയാക്ഷൻ. പ്രപ്പോർഷനാലിറ്റി മാറ്റണ്ടേ? അങ്ങനെ പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് μS × N. μSനെ നമ്മൾ പറയുന്ന പേരാണ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് μ ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ എല്ലാ ലോസും കഴിഞ്ഞു, എല്ലാ കൺസെപ്റ്റും കഴിഞ്ഞു. ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മൾ ഫ്രിക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രിക്ഷൻ നല്ലതാണോ ചീത്തതാണോ? ഫ്രിക്ഷൻ നല്ലതുമാണ് ചീത്തതുമാണ്. ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഫ്രിക്ഷൻ കാരണമാണ് നമ്മുടെ മെസ്സി അണ്ണൻ ബാലൻ ഡി ഓർ ഒക്കെ പിടിച്ചു നിൽക്കാൻ കാരണം. നമ്മളൊരു സാധനം ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ പോലും കാരണം ഫ്രിക്ഷൻ കാരണമാണ്. എന്നാൽ ഈ ഫ്രിക്ഷൻ കാരണം തന്നെയാണ് മൂക്കും കുത്തി വീഴുന്നത്. ഫ്രിക്ഷൻ കാരണമാണ് നമ്മുടെ ടയറും അല്ലെങ്കിൽ ചെരുപ്പും തേയ്മാനം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രിക്ഷനെ നമ്മൾ നെസസറി ഈവിൾ എന്നാണ് പറയാം. അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതെല്ലാം പറയുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് കുറേ ഹീറ്റായിട്ട് ലോസ്റ്റ് ആവുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടയറിന് വിയർ ആൻഡ് ടിയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ അടിപൊളിയല്ലേ? അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമ്മൾ ഗേറ്റ് ഒക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്രീസും ഓയിലൊക്കെ തേക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൂബ്രിക്കൻസ്. അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രീസ്, ഓയിൽ, വാക്സ്, അല്ലെങ്കിൽ ഇത് കൂടാതെ മെഷീനറി പാർട്സിലാണെങ്കിൽ നമ്മുടെ ഈ ബോൾ ബിയറിങ്സ് എന്നുള്ള ഒരു എലമെന്റ് യൂസ് ചെയ്തിട്ട് അത് കെമിസ്ട്രിയിലെ എലമെന്റ് അല്ലോ, ഒരു മെഷീൻ എലമെന്റ് ആണ്. ആ ബോൾ ബിയറിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ മൂവിങ് പാർട്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അതെല്ലാം റോളിംഗ് ഫ്രിക്ഷൻ ആയത് കാരണം നമ്മുടെ ഫ്രിക്ഷൻ കുറയുന്നുണ്ട്. സോ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ചിലപ്പോൾ ചോദിക്കാം, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, എക്സ്പ്ലെയിൻ. അഡ്വാൻറ്റേജും എഴുതണം, ഡിസ്അഡ്വാൻറ്റേജും എഴുതണം, പിന്നെ ഫ്രിക്ഷൻ റിഡക്ഷൻ്റെ കൺസെപ്റ്റ്. എടാ റെഡിയായോ? ഫ്രിക്ഷൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ മക്കളെ പിടിച്ചോ. ലാസ്റ്റ് 2 ഡിറൈവേഷൻ, ലെവൽ റോഡും അതേപോലെ ബാങ്കിങ് ഓഫ് ദ റോഡ്സും. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എടാ ഒരിക്കലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എപ്പോഴും ബാങ്കിങ് ഓഫ് റോഡ്സ് മാത്രമേ വരുന്നു ഒരിക്കലും വിചാരിക്കരുത്. ലെവൽ റോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഡിറൈവേഷൻ തന്നെ വരണമെന്നില്ല, പ്രോബ്ലവും വരാം. അതുകൊണ്ടാണ് 4 പെർസ്പെക്റ്റീവ് പഠിക്കണം. ലെവൽ റോഡ് ഡിറൈവേഷൻ, ലെവൽ റോഡ് പ്രോബ്ലം, ബാങ്കിങ് ഓഫ് റോഡ്സ് ഡിറൈവേഷൻ, ബാങ്കിങ് ഓഫ് റോഡ്സ് പ്രോബ്ലം. ബാങ്കിങ് ഓഫ് റോഡ്സ് പ്രോബ്ലം അതേപോലെ ലെവൽ റോഡ് പ്രോബ്ലം നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ പ്രോബ്ലം അറിയാലോ, ഞാൻ എന്തായാലും ഒരു ഹോംവർക്ക് ആയി തരാം കേട്ടോ. അതിന്റെ എല്ലാ കൺസെപ്റ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർ ഈസ് മൂവിംഗ് ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. വാട്ട് ആർ ദ 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ? എടാ ഇതേപോലെ ഒരു ലെവൽ റോഡിലാണ് ആ ഒരു കാർ പോകുന്നതെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം അതിന്റെ ആ ലെവൽ റോഡിലുള്ള കറസ്പോണ്ടിങ് ആയ ഫോഴ്സ് എത്രയാണ്? അടുത്ത ചോദ്യം എന്താ? ഇതേപോലെ ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് ദ കാർ. അതായത് അപ്പുറത്തെ കണ്ടത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ, അപ്പുറത്തെ ഫ്ലക്സിന് താഴെ എത്താതിരിക്കണമെങ്കിൽ എത്ര സ്പീഡിൽ അവന് പോവാൻ പറ്റും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഗിവ്സ് ദ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ എ ലെവൽ റോഡ്? മൂന്നും ഒരൊറ്റയടിക്ക് നമ്മൾ അങ്ങ് ചെയ്യാൻ പോവാം. സോ ഇതേപോലെ ഒരു ലെവൽ റോഡിൽ കാർ പോകുമ്പോൾ, ഒരു സർക്കുലർ ചെരിവൊന്നുമില്ലാത്ത റോഡിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാറിന് ആക്ട് ചെയ്യുന്നത് 3 ഫോഴ്സാണ്.
ഒരു ഫോഴ്സ് ആരായിരിക്കും? കാറിന്റെ വെയിറ്റ് എവിടേക്കാ? താഴേക്ക്. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു കാർ ഇപ്പൊ നിൽക്കുന്ന ഈ റോഡിന്റെ സർഫേസിന് പെർപെൻഡിക്കുലറായി മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന നമ്മുടെ mgയുടെ അതേ വാല്യൂ ആയിട്ടുള്ള ആളെ പറയുന്ന പേരാണ് n, വിച്ച് ഈസ് നോൺ ആസ് എന്താ? നോർമൽ റിയാക്ഷൻ. സോ മുകളിലേക്ക് ആരുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്. എന്നാൽ ലെവൽ റോഡ് ആവട്ടെ ബാങ്ക് റോഡ് ആവട്ടെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അയാൾ കാരനാണ് ഇത് സ്കിഡ് ആവാതെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആക്ച്വലി ഈ കേസിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ടയറും റോഡും തമ്മിൽ ആക്ട് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ. ഒരു ചെറിയൊരു ഹിന്റ് അല്ലെങ്കിൽ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ രണ്ട് ടൈപ്പ് റോഡിലും നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ FS മാക്സിമം μs ഇൻറ്റു n എപ്പോഴും ആ റോഡിന്റെ ഇന്നർ എഡ്ജിലേക്കായിരിക്കും. എടാ ഇപ്പൊ ആക്ച്വലി റോഡ് ഇങ്ങനെയല്ലേ, ആ റോഡിന്റെ ഇന്നർ എഡ്ജിലേക്കായിരിക്കും എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ. അതായത് ഇപ്പൊ ഇതാണ് റോഡെങ്കിൽ ഇവിടേക്കാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ചെരിഞ്ഞു നിൽക്കുന്ന റോഡാണെങ്കിൽ ഇവിടേക്കാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ. അത് തന്നെയാണ് ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന സെന്റിമീറ്റർ ഫോഴ്സ്. സോ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി. ഹൂ ഗിവ്സ് ദ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ്? ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരാ? നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ എന്തെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ്, മാക്സിമം വാല്യൂ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ നേരെ ഉള്ളിലേക്ക് എനിക്ക് മൂന്നാമത്തെ ഫോഴ്സ് കിട്ടി. FS എത്രയാണ്? മാക്സിമം. സോ എത്ര ഫോഴ്സ് ഉണ്ട്? ഏറ്റവും ആദ്യം എന്റെ കയ്യിൽ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് W വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? mg. കഴിഞ്ഞില്ല. രണ്ടാമത് എന്റെ കയ്യിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. മൂന്നാമത് എന്റെ കയ്യിൽ എന്തുണ്ട്? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? μs ഇൻറ്റു n. സാറേ ഡിറൈവ് ചെയ്യല്ലേ? ഡിറൈവ് ചെയ്യാലോ. നമുക്ക് ആദ്യം വേർട്ടിക്കലായ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. മുകളിലേക്ക് നോർമല്, താഴേക്ക് mg. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, താഴേക്കുള്ള mg ഈസ് ഈക്വൽ ടു മുകളിലേക്കുള്ള നോർമൽ റിയാക്ഷൻ. കുഴപ്പമൊന്നുമില്ല. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തേ. ഹൊറിസോണ്ടൽ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരാ? FS മാക്സിമം. അത് ആരായിട്ടാണ് മാറുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് FC ഈസ് ഈക്വൽ ടു ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന FS എത്രയാണ്? മാക്സിമം. എന്താ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? mv²/r. m എന്താ? കാറിന്റെ മാസ്. v എന്താ? ആ സർക്കുലർ റോഡിൽ പോകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി. r എന്താ? സർക്കുലർ റോഡിന്റെ ആ ഒരു റേഡിയസ്. അപ്പം എനിക്ക് FCയുടെ സ്ഥാനത്ത് m ഇൻറ്റു v മാക്സിമം സ്ക്വയർ ബൈ r ഇസ് ഈക്വൽ ടു FS മാക്സിമം സ്ഥാനത്ത് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? μs ഇൻറ്റു n. മച്ചാനെ ഇത് ഒന്നാമത്തെ കുതിരപ്പവൻ, ഇത് രണ്ടാമത്തെ കുതിരപ്പവനാണെങ്കിൽ ഞാൻ 2/1 ചെയ്ത് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ 2/1 നേരെ ചെയ്യാൻ പോണേ. സോ 2/1 ചെയ്യുകയാണെങ്കിൽ എടാ എന്ത് കിട്ടും? mv മാക്സിമം സ്ക്വയർ ബൈ r. ഞാൻ ഇതേപോലെ ഇതാണ് mv മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ r ഹോൾ ഡിവൈഡ് ബൈ ഫസ്റ്റിന്റെ ലെഫ്റ്റ് ഭാഗത്ത് എന്താ ഉള്ളത്? mg. സോ ഡിവൈഡ് ബൈ mg ഈസ് ഈക്വൽ ടു സെക്കൻഡിന്റെ വലത്തെ ഭാഗത്ത് μsn അല്ലേ പോയാൽ μsn ഡിവൈഡ് ബൈ എന്തുണ്ടാവും? n. വെരി ഗുഡ്. ഹാരാ വെട്ടിയിട്ട് വായത്തണ്ട് പോലെ സർ n. വെരി ഗുഡ്. സോ μsn ഡിവൈഡ് ബൈ എത്രയാ? n. എടാ നോക്കി, μsn ബൈ n. എന്നും എന്നും കട്ടായി, എമ്മും കട്ടായി. ഈ ജി നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ v മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ rg ഇസ് ഈക്വൽ ടു μs എന്ന് കിട്ടും. അല്ലെങ്കിൽ v മാക്സിമം സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാടാ? rg അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ μs ഇൻറ്റു rg അല്ലെങ്കിൽ v മാക്സ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെടുത്താൽ മതി പിള്ളേച്ച? റൂട്ട് എടുത്തോ. റൂട്ട് ഓഫ് എന്ത് കിട്ടിയടാ? μs ഇൻറ്റു rg. കൺസെപ്റ്റ് കിട്ടി. സോ ഇതാണ് ആ ലെവൽ റോഡിന് ആ കാർ സ്കിഡ് ആവാതെ അതിന് പോവാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വെലോസിറ്റി. എന്താ μs? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താ r? റേഡിയസ്. എന്താ g? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തിട്ട് ഇതങ്ങ് സെറ്റാക്കാം. ഇന്നാണ് പിടിച്ച ഒരു ചോദ്യം. A cyclist speeding at 18 km/h on a level road takes a sharp circular turn of radius 3 meter without reducing the speed. Then the coefficient of static friction between the tires and the road is 0.1. അതായത് μs ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Will the cyclist slip while taking the turn? ചെക്കൻ്റെ പെയിന്റ് പോവല്ലേ ഞാൻ ചോദിച്ചത്. ഒന്ന് ചെയ്ത് നോക്കാം. എടാ അവന് പോകാൻ പറ്റുന്ന ലെവൽ റോഡ് അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചല്ലടാ. എത്രയാ? v maximum is equal to root of μs into rg. എത്ര μs ന്റെ വാല്യൂ? 0.1. r ന്റെ വാല്യൂ എത്രയാ? 3 മീറ്റർ. ജിന്റെ വാല്യൂ തൽക്കാലം നമുക്കൊരു 9.8 എക്സാക്റ്റ് ആയിട്ട് 9.8 എടുത്തോളൂ. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വെലോസിറ്റിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.71 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും.
ചെക്കന് പോകാൻ പറ്റുന്ന 1.7 എന്നാൽ ചെക്കനല്ല പാട്ടും കേട്ട് പോകുന്നത് എത്രയാ 18 km/h. അതായത് അവന്റെ ആക്ച്വൽ വെലോസിറ്റി എന്ന് വെച്ചാൽ 18 km/h m/s ആക്കണ്ടേ. സോ 18 × 5/18 18 പോയി 5 m/s. ബെസ്റ്റ് 2 വട്ടം പെയിന്റ് പോകും. എന്ത് ചോദ്യം, 5 m/s പോണത്, പോവാൻ പറ്റുന്നത് 1.7 m/s. വിൽ ദ സൈക്കിൾ സ്ലിപ്പോന്നോ? എന്ത് ചോദ്യം, സ്ലിപ്പായി അപ്പുറം തോട്ടിലുണ്ടാവും. സോ സമാധാനമായല്ലോ. എന്തൊരു മൈൻഡാടാ അവിടെ ഐഡിയ കിട്ടി. സോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. എടാ ശ്രദ്ധിക്കണേ, ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ ലെവൽ റോഡിൽ. പക്ഷേ ചോദ്യം വരുമ്പോൾ നന്നായിട്ട് വായിച്ചോണം. ലെവൽ റോഡാണോ ബാങ്ക്ഡ് റോഡാണോ? ഇപ്പൊ ഇവിടെ കണ്ടോ, ഓണേ ലെവൽ റോഡ് എന്നാ പറഞ്ഞത്. എന്നാൽ ഈ ലെവൽ റോഡിന്റെ ഒരു പ്രശ്നം എന്താ അറിയും, ഈ 1.7 അവിടെ പോയി കഴിഞ്ഞാൽ അറിയാലോ, കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർ 2 മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. അപ്പോൾ കാരണം വേറെ വെളുക്കും എത്തുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു റോഡിൽ നമുക്ക് ഈ ഒരു സ്കിഡ് ആവാതെ പോവേണ്ട വെലോസിറ്റി കുറച്ചുകൂടി കൂട്ടിയേ പറ്റൂ. അങ്ങനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്ന ബാങ്കിങ് ഓഫ് റോഡ്സ്. അതാണ് the last question in this video. ഒന്ന് വായിച്ചു നോക്കാം. Banking of the roads helps to increase the limit of a maximum safe speed of a vehicle at a curve. Draw the schematic diagram of a vehicle on a banked road and mark the various forces acting on it. അടുത്തത്, obtain expression for the maximum safe speed of vehicle at a banked road with frictional force. Next, who gives the necessary centripetal force in the banked road? അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താണെന്ന് പറയാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന പോലെ ആ ഒരു വെലോസിറ്റി, ലെവൽ റോഡിൽ പോകാൻ പറ്റുന്ന വെലോസിറ്റി ഭയങ്കര കുറവായത് കാരണം നമ്മൾ വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ടത്തിലേക്ക് എത്തും. സോ അങ്ങനെ മാക്സിമം വെലോസിറ്റിയിൽ പോകാൻ വേണ്ടി നമ്മൾ ഇതേപോലെ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് പൊക്കുന്ന ആ പരിപാടിയെ പറയുന്ന പേരാണ് ദ ബാങ്കിങ് ഓഫ് ദ റോഡ്സ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റേസിംഗ്. ഒരു മാർക്കിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. ദ പ്രോസസ് ഓഫ് റേസിംഗ് ദ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് എബവ് ദ ഇന്നർ എഡ്ജ്. ഔട്ടർ എഡ്ജ് ആണ് ഇന്നർ എഡ്ജിനെ ഔട്ടർ എഡ്ജ് ആണ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ചരിക്കുന്നത്. എന്തിന്? അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു നെസസറി സെന്റിമീറ്റർ ഫോഴ്സ് കിട്ടി നല്ല വെലോസിറ്റിയിൽ സേഫ് ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. അപ്പൊ നമുക്കിത് ഡിറൈവ് ചെയ്യല്ലേ? ആകെ 7-8 സ്റ്റെപ്പുള്ളൂ, സിമ്പിൾ ഡിറൈവേഷനാണ്. സോ നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ചരിക്കുന്ന ആംഗിളിനെ ഒന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ റോഡിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഔട്ടർ എഡ്ജ്, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇന്നർ എഡ്ജ് എങ്കിൽ ഇപ്പൊ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് പൊക്കുന്ന ആംഗിളാണ് എത്ര? തീറ്റ. അപ്പൊ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോക്കിയാലോ. എടാ ഞാൻ പറഞ്ഞു ഇത് ഔട്ടർ എഡ്ജ്, ഇത് ഇന്നർ എഡ്ജ്, ഈ ആംഗിളാണ് എത്രയാ? തീറ്റ. എടാ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കാറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന, ഇപ്പൊ ഇവിടെ ഒരു കാർ ഉണ്ടെന്ന് വെച്ചോളൂ. സോ ഈ കാറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ഞാനൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാം. സോ ഏറ്റവും ആദ്യം കാർ പെർഫെക്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോ, ഞാൻ ഏറ്റവും ആദ്യം സർ താഴേക്ക് കാറിന് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്രയാ വെയിറ്റ്? W = mg. ഓക്കെ സർ, ഒരു കുഴപ്പമില്ല, W = mg. എന്നാ നോക്കിയേ, ഇതല്ലേടാ നമ്മളെ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് mgക്ക് ഈക്വൽ ആയി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അയാളെ പറയുന്ന പേരെന്താ? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നോർമൽ റിയാക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു n. അടിപൊളി. 2 ഫോഴ്സ് ആയില്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഒരാളും കൂടിയുണ്ട്. എന്താ? എപ്പോഴും ഇന്നർ എഡ്ജിലേക്ക് ആക്ട് ചെയ്യുന്ന ആള്. അയാളെ പറയുന്ന പേരായിരുന്നു, ഞാൻ കളർ മാറ്റാട്ടോ, അയാളെ പറയുന്ന പേരായിരുന്നു ഔട്ടർ എഡ്ജിന് ഇന്നർ എഡ്ജിലേക്ക് റോഡിലൂടെ പോകുന്ന അയാളെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു Fs മാക്സിമം. ഇത് കാണാൻ കഴിയുന്നില്ലേ? ഓക്കെ പെർഫെക്റ്റ്. സോ ഈ 3 ആൾക്കാർ തന്നെ ലെവൽ റോഡുള്ളത്. എന്നാൽ ഇപ്പം നമ്മൾ ഈ 3 ആൾക്കാരെ നമ്മൾ കുറച്ച് കോമ്പണൻസ് ആയി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ എല്ലാം കിളി പോണത്, നമുക്കൊന്ന് കോമ്പണൻസ് സ്പ്ലിറ്റ് ചെയ്താലോ. ഇപ്പം നോക്കിയേ, ഈ Fs മാക്സിമത്തിനെ എനിക്കിത് ഇതേപോലെ ഇങ്ങനെ ഒരു കോമ്പണൻറ്റും അതേപോലെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇതാരാന്ന് എനിക്കറിയില്ല, കാരണം തീറ്റ ഞാൻ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താം. ഇതേപോലെ എൻ്റെ നോർമൽ റിയാക്ഷൻ നിങ്ങൾ കണ്ടോ? ആ നോർമൽ റിയാക്ഷനെ ഇതേപോലെ ഒരു വേർട്ടിക്കൽ കോമ്പണൻറ്റും ഇതേപോലെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എനിക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞൂടെ? ദേ ഓപ്പോസിറ്റ് സൈഡ്. ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദേ ഈ ആംഗിൾ, ഇത് ടോട്ടൽ 90 ആണ്, ഇത് തീറ്റയാണ്. അപ്പം ഇത് എത്രയാ? 90 - തീറ്റ. ഇത് തീറ്റ, ഇത് 90 - തീറ്റയാണെങ്കിൽ ഇത് എത്രയാടാ? തീറ്റ. അമ്പട ജിഞ്ചിനാക്കടി. തീറ്റക്ക് അടുത്തുള്ള കോമ്പൗണ്ട് കിട്ടിയില്ലേ? എന്താ? n-ന്റെ അടുത്തുള്ള തീറ്റക്ക് അടുത്തുള്ള കോമ്പൗണ്ട് എന്താ? n × cos തീറ്റ. അപ്പോൾ ഇയാൾ എന്താടാ? n × വെരി ഗുഡ് സൈൻ തീറ്റ. സർ നോർമൽ റിയാക്ഷന് 2 കോമ്പൗണ്ട്
കോമ്പൗണ്ട്സ് കിട്ടി. ഇനി എഫ് എസ് മാക്സിമത്തിന്റെ കോമ്പൗണ്ട് നോക്കാം. എഫ് എസ് മാക്സിമത്തിന്റെ തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഈ കോമ്പൗണ്ട് എന്താണ്? എഫ് എസ് മാക്സിമം ഇൻറ്റു, ശ്രദ്ധിക്കണേ, തീറ്റയ്ക്ക് അടുത്തുള്ള ആളാണ് കോസ് തീറ്റ. എടാ എഫ് എസ് മാക്സിമത്തിന്റെ തീറ്റയ്ക്ക് എവയായി നിൽക്കുന്ന ആള് എനിക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എസ് മാക്സിമം ഇൻറ്റു, വെരി ഗുഡ്, എത്രയാ? സൈൻ തീറ്റ. ഈ ഫിഗർ കിട്ടിയോ? 4 മാർക്കിൽ 2 മാർക്ക് റെഡിയായി. ബിക്കോസ് ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സാറുമാരെ സെറ്റോസ്കി ആയോ ഉഷാറോസ്കി ആയോ? എടാ ഒന്ന് നോക്കണേ, കിട്ടിയ ജസ്റ്റ് ഒന്ന് ബാക്കിലെടുക്കുന്ന ഉഷാറായി നോക്കിയേ. ഇന്നടാ പിടിച്ചോ. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാം. ഏറ്റവും ആദ്യം വേർട്ടിക്കലായ ഫോഴ്സ്. മുകളിലേക്ക് ആരൊക്കെയുള്ളത്? എൻ കോസ് തീറ്റ. താഴേക്ക് 2 ആൾക്കാരുണ്ട്, എം ജി ഉണ്ട്, അതേപോലെ എഫ് എസ് മാക്സിമം സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? വലിയ കുഴപ്പമൊന്നുമില്ലാതെ. എത്രയാടാ? താഴേക്കുള്ള എം ജി പ്ലസ് എത്രയാ? എഫ് എസ് മാക്സിമം ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, എടാ മുകളിലേക്ക് എത്രയാടാ? എൻ ഇൻറ്റു കോസ് തീറ്റ. പരിപാടി കഴിഞ്ഞു. എം ജി ഒറ്റക്കാക്കല്ലേ? സോ എം ജി ഈസ് ഈക്വൽ ടു, എനിക്ക് എഫ് എസ് മാക്സിമം സൈൻ തീറ്റ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് മാക്സിമം ഇൻറ്റു എനിക്ക് എത്ര പറയാൻ പറ്റും? സൈൻ തീറ്റ. അല്ലടാ എന്ത് എഫ് എസ് മാക്സിമം? എടാ നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, അതിനല്ലേ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതിന്റെ ഇക്വേഷൻ അല്ലേ നമ്മൾ പഠിച്ചത്? എത്രയാ? മ്യൂ എസ് ഇൻറ്റു എൻ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എം ജി ഈസ് ഈക്വൽ ടു, എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് മാക്സിമത്തിന്റെ സ്ഥാനത്ത് മ്യൂ എസ് ഇൻറ്റു എൻ കൊടുത്തു. പിന്നെ ബാക്കി അതേപോലെ എനിക്ക് എത്ര എഴുതാൻ പറ്റും? സൈൻ തീറ്റ. മച്ചാനെ നിനക്ക് കിടക്കട്ടെ. ഇതാ ഒന്നാമത്തെ കുതിരപ്പവൻ സെറ്റ്. എം ജിയുടെ സാധനം കിട്ടി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കാം. എടാ ഹൊറിസോണ്ടലായി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരൊക്കെയാ? ഒന്ന് എൻ സൈൻ തീറ്റ, രണ്ടാമത് എഫ് എസ് മാക്സിമം കോസ് തീറ്റ അല്ലെങ്കിൽ മ്യൂ എസ് എൻ കോസ് തീറ്റ. എന്നാൽ ഈ രണ്ടെണ്ണം കൂടി എവിടേക്കാ? ഉള്ളിലേക്ക് ആക്ട് ചെയ്തത്. ഉള്ളിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടിയും ആരായിട്ട് മാറും? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറും. ഇവനല്ലേ അവനെ പിടിച്ചു വെക്കുന്നത് സ്കിഡ് ആവാതെ. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാടാ? ഒന്ന് എൻ സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് നോക്കേണ്ടത്. പ്ലസ് അടുത്തത് ആരാടാ? എഫ് എസ് മാക്സിമം ഇൻറ്റു ഏതാടാ? കോസ് തീറ്റ കോമ്പണന്റ്. വെരി ഗുഡ്. ഈസ് ഈക്വൽ ടു ആരായിട്ടാ മാറുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. നേരെ എഴുതി കൂടെ? എത്ര സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? എം വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ. എഫ് എസ് മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ എം ഇൻറ്റു വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് മാക്സിമത്തിന്റെ സ്ഥാനത്ത് മ്യൂ എസ് ഇൻറ്റു എൻ ഇൻറ്റു കോസ് തീറ്റ. ഡേടാ കിടക്കട്ടെ നിനക്ക് രണ്ടാമത്തെ കുതിരപ്പവൻ. ഈ 2 ഇക്വേഷൻ കിട്ടിയോ? ഇനി 4 സ്റ്റെപ്പിൽ പരിപാടി കഴിഞ്ഞു. എടാ ക്ലിയർ ആയോ? ഒന്ന് പെട്ടെന്ന് സെറ്റോസ്കി ആക്കി നോക്കി. എടാ കിട്ടിയല്ലോ. നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോകുന്നു? സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. എടാ എന്താ സെക്കൻഡ് ഇക്വേഷൻ ലെഫ്റ്റ് ഭാഗം? എം വി മാക്സിമം സ്ക്വയർ ബൈ ആർ. സോ ഞാൻ എഴുതാൻ പോകും എം വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ ഹോൾ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷന്റെ ഇടത്തെ ഭാഗത്ത് എന്താ ഉള്ളത്? വെരി ഗുഡ്. എം ജി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷന്റെ വലത്തെ ഭാഗത്ത് നമുക്കുള്ളത് എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് എൻ കോസ് തീറ്റയാണ്. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻറ്റു എൻ കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ ലെഫ്റ്റിലുള്ള നമുക്ക് ഫസ്റ്റ് റൈറ്റ് ഭാഗത്തുള്ളത് എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ. സോ എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് ഇൻറ്റു എൻ ഇൻറ്റു സൈൻ തീറ്റ. സർ ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പി ആയി. കാരണം എന്താ? എന്നും കട്ടായി പോയി. എന്നാൽ ഡബിൾ ഹാപ്പി ആക്കി തരാം ഞാൻ. എടാ ഈ വലത്തെ ഭാഗത്തുള്ള എല്ലാ ടേമിനെയും നിങ്ങളൊന്ന് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തേ. നമുക്ക് എന്താ കിട്ടുക? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മ്യൂ എസ് എൻ കോസ് തീറ്റ ബൈ കോസ് തീറ്റ എൻഡ് പോയിട്ടുണ്ട്. അതേപോലെ കോസ് തീറ്റ ബൈ കോസ് തീറ്റ, അതേപോലെ ഇവിടെ മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എന്താ കിട്ടും? ചെയ്ത് നോക്കിയാലോ. അതേപോലെ ഇവിടെ മാസും കട്ടാവും. ജി നേരെ മുകളിലേക്ക് പോകും. സോ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? വി മാക്സിമം സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ ജി ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാ? ടാൻ തീറ്റ. എടാ കോസ് തീറ്റ കട്ടായി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? മ്യൂ എസ് ഹോൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ്. എടാ മൈനസ് മ്യൂ എസ് ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ എഴുതരുത്. മ്യൂ എസിനെ മറക്കാൻ പറ്റുമോ? 1 മൈനസ് മ്യൂ എസ് ഇൻറ്റു എത്രയാടാ? ടാൻ തീറ്റ. ആരെ കണ്ടെത്തുന്നത്? മാക്സിമം വെലോസിറ്റി അല്ലേ? അപ്പൊ ആർ ജി അങ്ങോട്ട് കൊണ്ടുപോയേ. സോ അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? വി മാക്സിമം സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി അങ്ങോട്ടേക്ക് പോകുന്നു. സോ ആർ ജി ഇൻറ്റു ബാക്കി നമുക്ക് എന്തുണ്ടാവൂടാ? മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ മാക്സിമം വെലോസിറ്റി കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സാറേ? റൂട്ട് എടുത്താൽ പോരെ? അങ്ങ് എടുക്കി പിള്ളേച്ച. സോ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ്
പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഈ ഒരു വെലോസിറ്റി കണ്ടോ, ഈ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് മാക്സിമം വെലോസിറ്റി, അല്ലെങ്കിൽ ആ ബാങ്ക്ഡ് റോഡിൽ സ്കിഡാവാതെ പോവാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി. ഐഡി കിട്ടിയടാ. രണ്ട് കേസ് സ്ഥിരമായി ന്യൂമറിക്കൽ പ്രോബ്ലം വരുന്നത് ഇങ്ങനെ. ഒന്ന്, ഇതേ ബാങ്ക് റോഡ് ഒരു ബാങ്കിങ് ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം എന്താ, അത് ലെവൽ റോഡായിട്ട് മാറി. എടാ ലെവൽ റോഡായിട്ട് മാറാന്ന് വെച്ചാൽ അതിനർത്ഥം അതിന് തീറ്റയുടെ വാല്യൂ എത്രയായേ പറ്റൂ, 0 ആയേ പറ്റൂ. അങ്ങനെയാകുമ്പോൾ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ കിട്ടണ്ടേ, റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എടാ തീറ്റയുടെ വാല്യൂ 0, ടാൻ 0, 1 മൈനസ് മ്യൂ എസ് ഇൻറ്റു ടാൻ 0. അങ്ങനെയാകുമ്പോൾ എന്താ കിട്ടുക, മ്യൂ എസ് പ്ലസ് 0 മ്യൂ എസ്, 1 മൈനസ് 0 1. സോ വി ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് അല്ലെങ്കിൽ മ്യൂ എസ് ആർ ജി. വാവ്, ഒരു വാവ് അല്ലത് കിട്ടിയേ പറ്റുക, വേറെ കാര്യം പിന്നെ അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. നമ്മുടെ ബാങ്ക് റോഡിന് ഒരു ഫ്രിക്ഷനും ഇല്ല, സ്മൂത്താന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ കാറിന് ടയറിന് തീരുമാനം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവാനാ, സ്മൂത്ത് അല്ലേ, ഫ്രിക്ഷൻ ഉണ്ടോ, ഇല്ല, നോ വിയർ ആൻഡ് ടിയർ അല്ലേ. അങ്ങനെ നോ വിയർ ആൻഡ് ടിയർ ആണ്, നമ്മുടെ റോഡ് പെർഫെക്റ്റ്ലി സ്മൂത്ത് ആണെങ്കിൽ മ്യൂ എസിന്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ മ്യൂ എസിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ കണ്ടെത്തുന്ന ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഒപ്റ്റിമം വെലോസിറ്റി. ഇതിങ്ങനെ ചോദിക്കുക, ഫൈൻഡ് ദ ഒപ്റ്റിമം വെലോസിറ്റി ടു അവോയ്ഡ് ദ വിയർ ആൻഡ് ടിയർ. ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ, ശ്രദ്ധിക്കണം, അവോയ്ഡ് വിയർ ആൻഡ് ടിയറും അല്ലെങ്കിൽ മ്യൂ എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കേട്ടാലേ എടാ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇക്വേഷനാ എന്ത് ചെയ്താൽ മതി, മ്യൂ എസിന്റെ വാല്യൂ 0, 1 മൈനസ് മ്യൂ എസ് ഇൻറ്റു അത് 0. അങ്ങനെയാകുമ്പോൾ 0 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് 0 1 ആണ്. സോ എനിക്ക് എന്ത് കിട്ടും, വി വിച്ച് ഈസ് ദ ഒപ്റ്റിമം വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു 0 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് 0 1. സോ വിച്ച് ഈസ് എത്ര കിട്ടും, ടാൻ തീറ്റ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എടാ സെറ്റാണോ, ഉഷാറാണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നേരെ ഒന്ന് ചെയ്യാൻ വേണ്ടി. എടാ അതിന് മുന്നേ നമ്മുടെ ബാങ്ക് റോഡിൽ നമ്മൾ ഫോഴ്സസ് പറഞ്ഞില്ലായിരുന്നോ? എടാ അതിടക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഡൗട്ട്. എടാ എത്ര നമ്പർ ഓഫ് ഫോഴ്സ് ഉണ്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്ത് വന്നതാണ്. ഒന്ന് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്, രണ്ടാമത്തെ നമ്മുടെ വെയിറ്റ് ഉണ്ട്, മൂന്നാമത്തെ നമ്മുടെ എന്തുണ്ട്, എഫ് എസ് മാക്സിമം. ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മ അല്ലെങ്കിൽ സോറി കേട്ടോ, 3 ഫോഴ്സ് ലെവൽ റോഡ് അതേപോലെ തന്നെ. ആ മക്കളെ എടാ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ഉഷാറാണെന്ന് പ്രതീക്ഷിക്കുന്നു. എടാ ഓക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓപ്പൺ ആയുള്ള ഫീഡ്ബാക്ക് ഏത് മനസ്സെന്നുള്ള ഹാർട്ട് എന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എടാ കൂടാതെ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാം. എടാ ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ കഴിയും നോക്ക്. നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്, 300 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ബാങ്ക് റോഡിൻ്റെ ആ ആംഗിൾ 15 ഡിഗ്രിയാണ്, തീറ്റ 15 ഡിഗ്രിയാണ്. ദെൻ ദ കോഎഫിഷ്യൻ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.2, മ്യൂ എസ് 0.2 ആണെങ്കിൽ ഫസ്റ്റ് ഒപ്റ്റിമം സ്പീഡ്. എടാ ഈ ഒപ്റ്റിമം സ്പീഡ് ആണെങ്കിൽ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യേണ്ടത്, റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. 300 മീറ്റർ, ജി 9.8, തീറ്റ എത്രയാടാ 15 ഡിഗ്രി, ടാൻ 15 ഡിഗ്രി. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബി, വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ഇതിന് നമ്മുടെ പാരന്റ് ഇക്വേഷൻ, അതിനർത്ഥം മ്യൂ എസിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. എടാ രണ്ടും ചെയ്തിട്ട് ഒന്ന് ആൻസർ പറയാൻ കഴിയുമോ നോക്കി. എടാ സ്വന്തമായി ചെയ്യാൻ കഴിയുമോ നോക്കിട്ടോ. എടാ അപ്പോൾ ഞാൻ നേരെ സൈൻ ഓഫ് ചെയ്യട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഞാൻ നേരെ നോക്കുന്നു. എടാ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. കൂടെ എടാ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഫീഡ്ബാക്ക് കേട്ടോ. ബൈ.